സ്റ്റോറി അല്ല ഇത് ജീവിതം എന്ന പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുറന്നു പറഞ്ഞോളൂ, എന്തൊക്കെയാണ് താങ്കളുടെ ബുദ്ധിമുട്ടുകൾ? പല്ല് തേക്കാനെന്നും പറഞ്ഞ് വാങ്ങിച്ചിട്ട് എന്നിപ്പോൾ പൊള്ളിയ സ്ഥലത്ത് തേക്കാനും കക്കൂസിലെ കറകളയാനൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വീട്ടിലെ ഇളയ ചെക്കൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി. എന്നിട്ട് ആ മണ്ണച്ചക്കൻ എന്നെ എടുത്ത് ഡിസ്പ്ലേയുടെ മേലെ തേക്കണ്ടായിരുന്നു. ഏതൊരു യൂട്യൂബർ പറഞ്ഞ് ഫോണിൻ്റെ ഡിസ്പ്ലേ പൊട്ടിക്കഴിഞ്ഞാൽ എന്നെ എടുത്ത് തേച്ചാൽ മതി, എല്ലാം ശരിയാവുമെന്നും പറഞ്ഞു. താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഓർമ്മകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുക. സാറേ, എൻ്റെ ഫാമിലിയിലെ 2 മരണങ്ങളാണ് സാറേ ഏറ്റവും ഭയപ്പെടുത്തുന്നത്. ഏതൊക്കെ മരണങ്ങളാണ്? ആദ്യത്തേത് എൻ്റെ അപ്പൂപ്പൻ്റെ മരണമാണ്. എങ്ങനെയാണ് സംഭവിച്ചത്? വീട്ടിലെ മൂത്ത മോനില്ല സുഭാഷ്, അവൻ്റെ ബുള്ളറ്റ് ഉപയോഗിച്ചിട്ട് അപ്പൂപ്പനെ നിലത്ത് കിടത്തി അതിൻ്റെ മേലെ കൂടെ കയറ്റി അപ്പൂപ്പനെ കൊന്നു. രണ്ടാമത്തെ മരണം എങ്ങനെയാണ്? രണ്ടാമത്തെ മരണം എൻ്റെ കസിൻ സുരേന്ദ്രൻ ഗേറ്റിൻ്റെ ആയിരുന്നു. എൻ്റെ വീട്ടിലെ ടാഗിന് തള്ളയില്ലേ, തള്ള കത്രികയായിട്ട് വന്ന് ഉറങ്ങി കിടന്ന സുരേന്ദ്രൻ്റെ വയറ്റത്ത് കത്രിയിട്ട് മുറിച്ച് ബ്രഷ് വെച്ച് അകത്തോട്ട് കയറ്റി കുടലിൽ പറിച്ചു. ഈ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുന്ന ഭയമുണ്ടോ? മിക്കവാറും നാളെ ഞാൻ മരിക്കും സാറേ. വീട്ടിലെ ഇളയ പെങ്കൊച്ചില്ലേ, ചിരട്ടോണ്ട് കമ്മലും കുപ്പിച്ചിലുകൊണ്ട് മാലയൊക്കെ ഉണ്ടാക്കണത്, അവൾ നാളെ എന്നെ വെച്ചിട്ടൊരു ഫ്ലവർ വേസ് ഉണ്ടാക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ ജനങ്ങളോട് സത്യം വിളിച്ചു പറയാനായിട്ടാണ് ഞാൻ ഷോയിൽ വന്നിരിക്കുന്നത്. ഐ വാണ്ട് ജസ്റ്റിസ്. നമ്മൾ ഉറപ്പായിട്ടും ടൂത്ത് പേസ്റ്റിന് ജസ്റ്റിസ് വാങ്ങിച്ചു തരുന്നതാണ്. #justice for toothpaste.